കിച്ചണിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്, നോക്കിയിട്ട് വരാം. രണ്ടാളും കൂടെ എന്തോ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണെന്ന് ചോദിച്ചപ്പം റിനോൾഡ് പറഞ്ഞു അഫ്ഗാനി ബീഫ് പുലാവാണെന്ന്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അരിയെല്ലാം കഴുകി ഇതേ ഊറ്റിയെടുക്കുകയാണ്. പിന്നെ നല്ല ബീഫ് മേടിച്ചിട്ടുണ്ട്, നല്ല നെയ്യോട് കൂടിയുള്ള ബീഫാണ്, അതും കഴുകി മാറ്റി. ഇനി ഞാൻ സഹായിച്ചില്ല എന്ന് വേണ്ട, ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് മൊത്തം വെച്ചത് ഞാനാന്ന് പറയാൻ. അതിനുശേഷം അതിലേക്ക് ബീഫ് ഇട്ടു, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അങ്ങനെ ഓരോന്നായിട്ട് കറക്റ്റ് പാകത്തിന് ചേർത്തു. കൂട്ടത്തിൽ നല്ല പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും ചേർത്തു. ഞാൻ മൂടി അടച്ചും വെച്ചു. അപ്പോഴാണ് സൈഡിൽ ഒരാൾ പേരയ്ക്ക കട്ട് ചെയ്യുന്നത് കണ്ടത്. അതിൻ്റെ അന്നൊരു പേരയ്ക്കയുടെ പീസ് കൊടുത്ത് ഞാൻ പുറത്തേക്ക് പോയി. ബീഫ് നന്നായിട്ട് വെന്തതിന് ശേഷം റിനോൾഡ് ആ കഴുകി വെച്ചിരുന്ന അരി അതിന് മുകളിലേക്ക് ഇട്ടു, നന്നായിട്ട് മൂടി വെച്ചു. ഇതെല്ലാം ചെയ്തത് ഇവർ രണ്ടുപേരുമാണ്. ഈ സമയത്ത് ഇതിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് എൻ്റെ ബേബു അവിടെ ഇങ്ങനെ തലയും കറങ്ങി കിടക്കുവാണ്, റെസ്റ്റ് എടുക്കുക സത്യം പറഞ്ഞ. ഇത് കണ്ടപ്പോൾ നെച്ചു അവളുടെ മടി തലയും വെച്ച് കിടന്നു ഉറങ്ങി. കുറച്ചു നേരം അങ്ങനെ രണ്ടാളും റെസ്റ്റ് എടുത്തു. അപ്പോഴേക്കും നമ്മുടെ ബീഫ് അഫ്ഗാനി പുലാവ് എന്തായെന്നറിയാൻ കിച്ചണിലേക്ക് ഒന്ന് എത്തി നോക്കിയതാണ് ഞാൻ. മൂടി അങ്ങോട്ട് തുറന്നപ്പോൾ ആഹാ എന്താ മണം. ഞാനതെല്ലാം അവിടെ വിളമ്പി അവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നെച്ചു പാട്ടൊക്കെ പാടി വിളമ്പാനെത്തി. ഓരോരുത്തർക്കായിട്ട് വിളമ്പി തന്നു. എൻ്റെ ക്ഷീണം കണ്ട നിങ്ങൾ കരുതും ഞാനാണ് വെച്ചുണ്ടാക്കിയത്. ഇടയ്ക്ക് ചെറിയ മേൽനോട്ടം വഹിച്ചു എന്നേ ഉള്ളൂ. ആ ഒരു പിക്കിളും റൈത്തയും എല്ലാം കൂടെ ആയപ്പം അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. ബീഫൊക്കെ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ മേല. എങ്ങനെ നമ്മൾ ആഹാരം ഉണ്ടാക്കുമ്പോൾ സ്നേഹത്തോടെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ രുചി കൂടുമെന്ന് പറയുന്നത് ശരിക്കും സത്യമാട്ടോ. ഞാനൊക്കെ പ്ലേറ്റ് ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്നത് വളരെ വിരളമാണ്. ഇന്നത്തെ അഫ്ഗാനി ബീഫ് പുലാവിൻ്റെ ക്രെഡിറ്റ് നിച്ചുവിനും റെനോൾഡിനും മാത്രമാണ്.